ഹലോ, ഞാൻ പ്രസന്ന. കോഴിക്കോടാണ് താമസം. കണ്ണൂരുകാരിയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളെ പഠിപ്പിച്ച ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. കോട്ടൺ സാരിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ആങ്കറിൻ്റെ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെമ്മ്, ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, ഫിഷ് വൺ എന്നീ സ്റ്റിച്ചുകളാണ് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ടെന്ന് ഫുള്ളായി കാണുക. ലൈക്കും ഷെയറും ചെയ്യുക. ഇനി ഡിസൈൻ എങ്ങനെയാണ് വരക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു സാധാ കോട്ടൺ സാരിയാണ്. ഈ സാരിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുന്ന പിക്ചർ ഞാൻ ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് സാരിക്കടിയിൽ വെച്ച് പെൻസിൽ കൊണ്ട് വരച്ച് മതി. പേന ഉപയോഗിക്കേണ്ട. ഒന്നിൽ കൂടുതൽ ചിത്രം വരക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പറും സാരിയും ഒരേ അളവിൽ വെച്ച് ട്രേസ് എടുത്താൽ എല്ലാം ഒരേ അളവിൽ വരും. പേന ഉപയോഗിക്കണ്ട. ലൈറ്റായിട്ട് വരച്ചെടുത്താൽ മതി. ഇതുപോലെ ലൈറ്റായി പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. ഇനി നമുക്ക് ഫ്രെയിം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്രൂ ഇല്ലാത്ത ഭാഗം സാരിക്കടിയിൽ വെച്ച് സ്ക്രൂ ഉള്ള ഭാഗം മുകളിൽ സാരിയുടെ മുകളിലും വെക്കുക. ഒരു മേശമേലെ വെച്ച് വേണം ഇടുവാൻ. ഇത് ടൈറ്റാക്കുക. സ്ക്രൂ വെച്ച് ടൈറ്റാക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഫ്ലവറാണ് ചെയ്യുന്നത്. ഒരു വയലറ്റ് ത്രെഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ കുത്തി ഇവിടെ എടുത്ത് അടിയിലേക്ക് എടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് നീറ്റിൽ ചെയ്യാം. ഫുൾ റൗണ്ടും ചെയ്യണം. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ബഡ്സ് ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വയലറ്റ് കളർ തന്നെയാണ് എടുക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഫുള്ളും ചെയ്യുക. സാവധാനം ചെയ്താൽ മതി. നല്ല നീറ്റ് കിട്ടും.
ഫുൾ റൗണ്ടും നീറ്റായി ചെയ്യണം. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യുക. ലേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ നൂലെടുത്ത് ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 3 സ്ട്രാൻഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നമ്പർ 238 ആണ്. ഇവിടെ കുത്തി ഇങ്ങനെ ഇവിടം വരെ ഇതുപോലെ ചെയ്യുക. ലീഫും ഇതേ കളർ നൂല് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്ത് ഇവിടുന്ന് എടുത്തത് ഇവിടെ കുത്തിയെടുത്ത് ഇത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യും. അടിയിൽ കുത്തിയെടുത്ത് കുറച്ച് തുണിയും കൂട്ടിയെടുത്ത് കെട്ടിടാം. രണ്ട് പ്രാവശ്യം കെട്ടിടാം. ഇവിടെ എടുത്ത് ഇനി കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ലീഫാണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് ആണ് ഉപയോഗിക്കുന്നത്. 3 സ്ട്രാൻഡ്സ് തന്നെ. അതിൻ്റെ നമ്പർ 238 ആണ്. ഇതുപോലെ ഫിഷ് ബോൺ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക. ഫ്ലവറിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യെല്ലോ ത്രെഡ് ആങ്കറിൻ്റെത്. ഇതിൻ്റെ നമ്പർ 298. ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്.
ഇവിടെ എടുത്ത് ഇവിടെ കുത്തുക. ഈ സൈഡിൽ ഇവിടുന്ന് ചെയ്യുക. സാരിയിൽ താഴത്തെ ഭാഗം 20 ഇഞ്ച് വിട്ട് ഇടത് കാലിൻ്റെ അവിടെ നിന്ന് മുതൽ ഫുൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. മുന്താണിയിൽ 3 ഡിസൈനും സാരിയിൽ 18 ഡിസൈനും വരുന്നുണ്ട്. എല്ലാ ലീഫും ഇതുപോലെ ഫിഷ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഇത് ഫുള്ളായും ചെയ്യുക. ഫുള്ളായിട്ടുള്ള ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്ലവർ ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചും ലീഫ് ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലവറിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായി ഡിസൈൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. താഴെ ഭാഗം 20 ഇഞ്ച് വിട്ട് ഇടത് കാൽ മുതൽ 18 ഡിസൈൻ മുന്താണി വരെ ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ 3 ഡിസൈനും ആങ്കറിൻ്റെ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീഡിയോ ഫുള്ളായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സാരി വെച്ച് നോക്കാം. മുന്താണി മുതൽ താഴെ വരെ ഫുള്ളായി ഡിസൈൻ ഇങ്ങനെയുണ്ട്. മുന്താണിയിലും ഡിസൈനുണ്ട്. മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക.